ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പേഴ്സാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത്. ഇതുവരെ ചെയ്യാത്ത പരിപാടികളാണ് ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനെ എന്തിനേതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത് എനിക്ക് ഇന്ന് പോസ്റ്റ് വഴി വന്നതാണ് കേട്ടോ. നമുക്ക് കാണാം കാനറ ബാങ്ക്. അപ്പോൾ ഞാൻ അവിടെ പുതിയതായിട്ടൊരു അക്കൗണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താണ് ഇത്രയും വലിയൊരു പാഴ്സൽ വരാൻ മാത്രം ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ആ ചേച്ചി തന്നെ പറഞ്ഞു കാനറ ബാങ്കിൽ നിന്നാണ്, അവിടെ നിന്ന് എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ അക്കൗണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇതുപോലെ ഒരു പേഴ്സ്. സംഭവം തുറന്നത് ഞാനൊന്നല്ല കേട്ടോ, മോനാണ് തുറക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവ ഇത് തുറന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ഫോണിൽ ഇപ്പോൾ നോക്കുന്ന സമയത്താണ് കുറേ വീഡിയോസ് അവ എടുത്ത് വെച്ചിട്ട് കാണുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് എനിക്കിതുപോലെ ചെയ്തുകൂടാ, അവൻ ചെയ്ത പോലെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് വീഡിയോ കൊടുക്കാം കേട്ടോ, അവിടുത്തെ വീഡിയോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് പേഴ്സ്. അതായത് ഇങ്ങനെ ഒരു 3 ഫോൾഡുള്ള ടൈപ്പ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറേ കള്ളികളൊക്കെ ഉള്ള പേഴ്സ്. പക്ഷെ പൈസ കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ പോയി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലേ നമ്മുടെ ഇഷ്ടത്തിന്. ഇതിപ്പോൾ നമ്മൾ അക്കൗണ്ട് ചേർന്നതിൻ്റെ പേരിലാണ് അതിൻ്റെ അക്കൗണ്ട് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നതാണ്. അപ്പോൾ അതിലെല്ലാ സെറ്റിങ്സുള്ളൊരു പേഴ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതുപോലെ പേഴ്സ് കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല അവരെ പുതിയ സിസ്റ്റം ആണോയെന്ന്. ഞാനിപ്പോൾ ഒരു 1 വീക്ക് മുന്നാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയത്. അപ്പോഴത്തെ സിസ്റ്റം ആണോയെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു പേഴ്സാണ് കേട്ടോ. അത് മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പോൾ പ്രസൻ്റ്ലി നല്ല പേഴ്സാണ്. പിന്നെ ഇപ്പോൾ അതുകൊണ്ട് വേറെ വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ല. നമുക്ക് ബാങ്കിലെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ നല്ലതാണ്. ഇങ്ങനൊരു പോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് അവർ നമ്മുടെ കാനറ ബാങ്കിൻ്റെ കുറേ കാര്യങ്ങൾ, പിന്നെ ATM കാർഡിൻ്റെ അങ്ങനെ കുറേ സംഭവങ്ങൾ, പിന്നെ ചെക്ക് ബുക്ക് ഒക്കെ ഇതിലായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ഇവിടെ അങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ രഹസ്യറകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെയും വയ്ക്കാം അങ്ങനെയും വയ്ക്കാം. ഇങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ ഇതിലൊരു എന്തോ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. മൊത്തത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെയാണ്, അത് വായിച്ചു നോക്കില്ല കേട്ടോ. ഫേക്ക് ബാങ്കിങ്, അതായത് നമ്മളെ പറ്റിക്കാനായിട്ട് ആൾക്കാർ വിളിക്കുമല്ലോ, അങ്ങനെ കുറേ സംഭവം. ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ ഹിന്ദി വലിയ താല്പര്യമില്ല എനിക്ക് വായിക്കാനായിട്ട്. ഇംഗ്ലീഷൊക്കെ, ഹിന്ദി താല്പര്യമില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഹിന്ദിയിലേക്ക് A+ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്തൊരു ലാംഗ്വേജാണ് ഹിന്ദി. തുമാരാ നാം ക്യാ ഹെ, മേരാ നാം, അങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. ഹിന്ദിയൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടെ ഇട്ടു, പിന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷെ കേട്ടാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും കേട്ടോ ഹിന്ദി, പക്ഷെ വായിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാം. സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പേഴ്സ് ആർക്കും കൊടുക്കരുത്, പ്രൊട്ടക്റ്റ് യുവർ ക്രെഡിറ്റ് കാർഡ്, പ്രൊട്ടക്റ്റ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ്. സംഭവം നമുക്കൊരു അവെയർനെസ് തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. വായിച്ച് നോക്കണം എന്തായാലും. ഇത് നമ്പറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, സൈബറിൻ്റെ. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ബി എ സ്മാർട്ടസ്റ്റ് ചാച്ചാജി ഫോളോ സൈബർ ദോസ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, അങ്ങനൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. പിന്നത്തെ സംഭവം അപ്പോൾ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി സീക്രട്ടായിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇവിടെ ഒരു സിബോർഡ് കൂടി ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. നമുക്ക് പൈസ ഒക്കെ ഇങ്ങനെ നിവർത്തി വയ്ക്കാം, മടക്കാതെ നിവർത്തി വയ്ക്കാൻ പറ്റുന്ന സിസ്റ്റം കേട്ടോ. പിന്നെ ക്രെഡിറ്റ് കാർഡ്സ്, ATM കാർഡ് അതൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആണ്, ഇവിടെയും ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി ഇവിടെ സൈഡിലുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് സൈഡിൽ. ഇങ്ങനെ മൊത്തത്തിൽ കുറേ കവറിങ്സും അറകളൊക്കെ ഉള്ളൊരു നല്ലൊരു പേഴ്സ്, കിടക്കാച്ചി ഐറ്റം. ഇതോടെ നമ്മളിത് ഇങ്ങനെ പൈസ കൊടുത്ത് ഞാൻ പേഴ്സ് സെർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പേഴ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുപോലെ എൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ളൊരു പേഴ്സ് അപ്രതീക്ഷിതമായിട്ട് കാനറ ബാങ്കുകാരാണ് എനിക്ക് തന്നത്. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറേ ഇങ്ങനെ ഓരോന്നിലും ഓരോ നോട്ട് എടുത്ത് വയ്ക്കുക, അങ്ങനത്തെയൊക്കെ ഓരോ പരിപാടികളുണ്ട്. പേപ്പർ എടുത്ത് വയ്ക്കുക, ഒന്നിൽ 10 രൂപ നോട്ട്, ഒന്നിൽ 20 രൂപ നോട്ട്, ഒന്നിൽ കോയിൻസ്. അതായത് പണ്ടത്തെ നമ്മളിങ്ങനെ പൈസ എവിടുന്നേലൊക്കെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കിങ്ങനെ പരിപാടി അങ്ങനത്തെ ചെയ്യുമ്പോട്ടാ.
അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തേക്കണൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു ആവശ്യത്തിന് മാത്രം പൈസ എടുക്കുക. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ആവശ്യം പാവകൾ വാങ്ങലായിരുന്നു. അതിന് വേണ്ടി എടുത്ത് വയ്ക്കുക. അവസാനം അമ്മയോ അല്ലെങ്കിൽ അപ്പനോ നമ്മളോട് പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന് കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് മറുപടി പറയും, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല 50 രൂപയോ 30 രൂപയ്ക്ക് ആവട്ടോ അങ്ങനെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവുക. അതങ്ങനെ പോക്കറ്റ് മണി കിട്ടുന്ന കാലഘട്ടമൊന്നും ആയിരുന്നില്ല. എന്തെങ്കിലും 1 രൂപ 2 രൂപയൊക്കെ എടുത്ത് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുന്നത് പോലെ പേഴ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്നൊക്കെ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ പേഴ്സ് കിട്ടും, അതിലൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ പേഴ്സ്. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാനറ ബാങ്കായിട്ടൊരു ഡീലിങ്, മീൻസ് ആദ്യമായിട്ട് അവിടെ അക്കൗണ്ട് ചേർന്നിട്ടുള്ളൊരു ഇത്. എനിക്ക് വലിയ പരിചയമുള്ളൊരു ബാങ്കേ അല്ല, എപ്പോഴും സൗത്ത് ഇന്ത്യൻ ബാങ്കായിരുന്നു. അപ്പോൾ എനിക്ക് പോയി വരാനൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ വീണ്ടും കാനറ ബാങ്കായിട്ട് ടൈപ്പിലെത്തിയതാണ് കേട്ടോ, അങ്ങനെ പറയാം. പക്ഷെ എന്തായാലും അവർ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. സൂപ്പർ ഒരു പേഴ്സ് തന്നിട്ട്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി സംഭവമാണ് ഇത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് റിവീലിംഗ് ഒന്നല്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണ സംഭവം ഒന്നല്ല കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു സാധനത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. മെയിൻ റീസൺ മോൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിത് ശരിക്കും എടുത്തുകൂടാ എന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഇഷ്ടമായി. മൊത്തം എത്ര കള്ളിയുണ്ടെന്നറിയോ? 1 2 രണ്ടും ഒന്നിച്ചാണോ? അല്ല, 1 2 3 4 5 6 7 8 9 പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ചെറുതും വലുതായിട്ട് 9 പോക്കറ്റ്സ് ഉണ്ട്. അതിൽ ഈ ഒരെണ്ണം അറ്റം വരെ എത്തുന്നുണ്ട്, ഏറ്റവും വലുത്. പിന്നെ ഇത് സ്മോൾ എന്ന് പറയാൻ പറ്റില്ല, മീഡിയം. ഇതും ഒരു മീഡിയം. ഇതൊക്കെയാണ് സ്മോളുകൾ. അങ്ങനെ സീക്രട്ടായിട്ട് അങ്ങനെ അതുപോലെ സൈഡല്ലേ, ഭയങ്കര ഇഷ്ടമായേ. അപ്പോൾ ഇതുപോലെ കാനറ ബാങ്കിൽ അക്കൗണ്ട് ചേർന്നിട്ട് പേഴ്സ് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയണേ. അല്ല 9 അല്ല കേട്ടോ, 10 കൂടി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ എണ്ണിയില്ല, 10 ഉണ്ട്. അതുകൊണ്ട് ഇതിലിതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ സൂക്ഷിച്ചേക്കാം. ഇതുപോലത്തെ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പാസ്ബുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കാം. ഇത് കാനറ ബാങ്കിന് മാത്രമല്ല, നമ്മുടെ വേറെ വല്ല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ചെക്ക് ബുക്ക് ഉപയോഗിക്കാം. ചെക്ക് ബുക്ക് എടുത്ത് വയ്ക്കാം. അതുപോലത്തെ വല്ല പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കാം. ക്രെഡിറ്റ് കാർഡ്സ് എടുത്ത് വയ്ക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. പൈസയും എടുത്ത് വയ്ക്കാം. നോട്ട്സ് എല്ലാം നമുക്കിങ്ങനെ മടക്കാതെ ചുളിയാതെ ഒക്കെ എടുത്ത് വയ്ക്കാം. കൊണ്ട് നടക്കാനും എളുപ്പമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്, മീൻസ് ഈസി ടു ക്യാരി. ഫോൺ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫോണും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം, ഫോണ് വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. പക്ഷെ ഫോൺ വയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ഇങ്ങനെ പൊന്തി നിൽക്കും. ചിലപ്പോൾ അത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ, ഇതെനിക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട്. അവിടുത്തെ പാസ്ബുക്ക് കുറച്ചും കൂടി വലിയൊരു പുസ്തകം, ഇതുപോലത്തെ ഒരു ടൈപ്പ് പുസ്തകം പോസ്റ്റ് ഓഫീസിലത്തെ. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുക, നല്ലതാണ്. മൊത്തത്തിൽ ഇഷ്ടമായി. അപ്പോൾ താങ്ക് യു കാനറ ബാങ്ക്. പ്രതീക്ഷിക്കാതെ നമ്മൾ താങ്ക് യു കാനറ ബാങ്ക്. അതായത് പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമുക്കൊരു ചെറിയൊരു പോസ്റ്റൽ കവറായിട്ട് വരാറ് ഇതുപോലെയൊക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേഴ്സ് ഒന്ന് സർപ്രൈസ് ആക്കിയിരിക്കണം. അതെന്താ വെച്ചാൽ ഇനി ഇത്രയും ഇതിനോടൊരു ഇത് വരാൻ കാരണം, ഞാനിങ്ങനെ ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞൊരു വീഡിയോ എടുക്കാനുള്ള റീസൺ എൻ്റെ മനസ്സിലെ ഒരാഗ്രഹം വെച്ചിട്ടുള്ളൊരു പേഴ്സാണ്. എൻ്റെ കയ്യിൽ കുറേ പേഴ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന പേഴ്സെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ മീൻസ് ഇത്രയും പോക്കറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇല്ല, അങ്ങനെ കുറേ എന്തെങ്കിലും ആവട്ടെ ചോദിച്ചിട്ട് കുറേ നമ്മളിങ്ങനെ കടയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നില്ലേ എന്തെങ്കിലും ആവട്ടെ, ഇനി അവർക്ക് എന്താ തോന്നുന്നത് ഇത്രയും സാധനങ്ങൾ നോക്കിയിട്ട് ഒന്നും ഇഷ്ടമായില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയ കേസുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യണതായിരിക്കും, അപ്പോഴും നമ്മുടെ മനസ്സിന് തൃപ്തി തന്നൊന്നും വരില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് മേടിച്ച് തന്നിട്ടുള്ളതുണ്ട്, ചിലപ്പോൾ ഒന്നല്ല കേട്ടോ, ഹസ്ബൻഡ് മേടിച്ച് തന്നൊക്കെ ഉണ്ട്. പക്ഷെ അതും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. കിട്ടുമ്പോൾ സന്തോഷം ആ നേരത്തെ, പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അയ്യോ അതിങ്ങനെ വേണ്ടായിരുന്നു,
പക്ഷെ ഇതൊന്നുമില്ലാണ്ട് ഒരാൾ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയപ്പോഴാണ് അത് ഭയങ്കര സന്തോഷമായത്. ഹസ്ബൻഡ് മേടിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മേടിക്കുക, എനിക്ക് കാണിച്ചു തരും, ഇത് വേണം അത് വേണം. അത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ആൾ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ മേടിച്ച് തരാറ്. അപ്പോൾ ഞാൻ പറയും അയ്യോ അത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഫോട്ടോസൊക്കെ കാണിച്ചു തന്നാൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ലാസ്റ്റ് വിചാരിക്കും കുറേ നോ വേണ്ട എന്ന് പറയണേക്കാളും നല്ലത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, നമ്മൾ വിചാരിച്ചത് മനസ്സിൽ വിചാരിച്ചത് അവിടെ ഇല്ല എന്ന് ഉറപ്പുണ്ടായിട്ടാണ് വാങ്ങാറ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കാതെ ഏതോ നാട്ടിലുള്ള ഏതോ ഒരാൾ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തന്നൊരു സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമായത്. മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ, അതാണ് ഞാൻ പിന്നെയും പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എന്താ ജൂട്ടിൻ്റെ മെറ്റീരിയലൊക്കെ തോന്നുന്നു ഇവിടെ, ഡ്യൂറബിലിറ്റി അറിയില്ല. പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക, ഒരു നോർമൽ യൂസൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നും പറ്റില്ലായിരിക്കും. റഫായിട്ട് യൂസ് ചെയ്യാണ്ടിരുന്നാൽ കുഴപ്പമില്ലാണ്ട് പോവും. പക്ഷേ ഇതുപോലൊരു പേഴ്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാതെ നമുക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം. കടയിൽ പോയി തപ്പിത്തരഞ്ഞ് നടന്നിട്ട് കിട്ടിയതല്ല. മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ടാകാം. എനിവേ ഐ ആം വെരി ഹാപ്പി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, മോൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവനെന്ത് തോന്നിയിട്ടാണെന്ന് അറിയില്ല, അവന് ഇഷ്ടമായിട്ടായിരിക്കും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫോൺ നോക്കിയപ്പോഴും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ, അത് നല്ലൊരു സംഭവമാണല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഞാനും കൂടെ വീഡിയോ ഇപ്പോൾ ശരിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ കേട്ടോ. അത് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, എൻ്റെ മനസ്സിലൊരു സന്തോഷം ഞാനൊന്ന് പ്രകടിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.